ആശാൻ ഓടരുത്. ഓടൂല. ഓഹോ, നീയായിരുന്നു. നിന്നെ ഒരിക്കലും ഇങ്ങോട്ട് കടത്തി വിടരുതെന്നാണല്ലോ ഞാൻ പറഞ്ഞിരുന്നത്. കടത്തി വിട്ടില്ല, അതുകൊണ്ട് മതില് ചാടിയാ ഞാൻ വന്നത്. എന്നെ ഒന്ന് കടാക്ഷിക്കണം. തണുക്കുന്നു. പോടാ. ഹലോ, സമരമെന്ന് പറഞ്ഞു കുറ്റിക്കാട്ടി നടന്നോ ഒന്നും എന്നെ കൊണ്ട് പറയിക്കണ്ട. അത് പറഞ്ഞപ്പോ ആർക്ക് ചൊറിഞ്ഞെന്ന്? എടോ, അതൊക്കെ ഈ PP ശശിയുടെ നാടൻ ശൈലിയല്ലടോ. വരട്ടടോ. എത്ര പത്രക്കാർ വന്നാലും കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് പാറ്റൻ ടാങ്ക് പോലെ നിൽക്കും ഈ PP ശശി. അതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ പുതിയ മുദ്രാവാക്യം. പറഞ്ഞുകൂട്. ആശാൻ, എന്റെ തൊപ്പി. നിന്റെ കുപ്പി. ഞാൻ മന്ത്രിയായപ്പോൾ ആദ്യം അന്വേഷിച്ചത് തന്റെ തൊപ്പിയാ. അത് കുറെ കാലമായിട്ട് എന്റെ മേശപ്പുറത്ത് പേപ്പർ വെയിറ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. ഇനി കുറെ കാലം അത് അവിടെ ഇരിക്കുകയും ചെയ്യും. എന്താണോ തന്റെ നെറ്റിയിലൊരു തിലകക്കുറി? അത് പാർട്ടി ചിഹ്നം പോലെ ഉണ്ടല്ലോ. പാർട്ടിക്കാരും നാട്ടുകാരും എന്നെ സർബത്ത് പിഴിഞ്ഞൊടി പരിവാക്കി. അവരെയൊക്കെ ഞാൻ വിട്ടതാ. എനിക്ക് ഉറപ്പായിരുന്നു. 17 പ്രാവശ്യമായി ഞാൻ ആശാനെ കാണാൻ മന്ത്രിമന്ദിരത്തിലും വീട്ടിലും കയറി ഇറങ്ങുന്നു. എനിക്ക് തൊപ്പിയില്ലാതെ ജീവിക്കാൻ പറ്റില്ല. വിപ്ലവ സിംഹമേ, കനിയണം. ഹൈറേഞ്ചിൽ എനിക്ക് ശത്രുക്കൾ കൂടി വരിക. കഴിഞ്ഞ ദിവസം അനങ്ങാപ്പാറ SIയെ ഒരുത്തനെടുത്ത് ഡാമിലേക്ക് എറിഞ്ഞു. ഡാമിലെ ചെമ്പല്ലികൾക്കും വാളകൾക്കും തിന്നാൻ ഞാനായിട്ട് എന്തെങ്കിലും ഇട്ടുകൊടുക്കുന്നതല്ലാതെ വേറൊരാളും ഒരു കല്ല് പോലും എടുത്തെറിയുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് അവിടെ എനിക്കൊരു അടിമയെ വേണം. അടിമ ഞാനാണ് ആശാനെ, അടിമ ഞാനാണ് ആശാനെ. പിള്ളേരെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. എന്നെ കൈവിടരുത് ആശാനെ, എന്നെ കൈവിടരുത്. മര്യാദക്ക് ചോദിച്ചപ്പോ അയാൾക്ക് മുട. മന്ത്രിയായതിന്റെ അഹങ്കാരം. അവസാനം ഞാൻ മുറിയുടെ വാതിലടച്ച് കുറ്റിയിട്ടു. ഒന്നും മനസ്സിലാവാതെ ഒരു പൂച്ചയെ പോലെ ഇരിക്കുന്ന നമ്മുടെ ആഭ്യന്തരമന്ത്രി PP ശശി ഞാൻ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് മേശപ്പുറത്തോട്ട് വെച്ചു. എന്നിട്ടൊറ്റ ഡയലോഗാ. അല്ല, സസ്പെൻഷനിലായിരുന്ന സമയത്ത് സാറിന്റെ തോക്ക് പിടിച്ചു മേടിച്ചു വെച്ചല്ലേ? അതെ. പിന്നെ ഇതേ തോക്ക്? നിന്റെ അപ്പനെ കൊല്ലം ഞാൻ പഠിച്ച പുതിയ തോക്ക്. കഥ കേൾക്കണ റാസ്കൽ. സാർ, PC എന്നെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുത്തേരെ. ഞാൻ പറഞ്ഞതാ സാറേ, അവൻ മറന്നു പോയതായിരിക്കും. അപ്പൊ നമ്മളവിടെ പറഞ്ഞു നിർത്തിയത് വെടി അല്ല, തോക്ക്. തോക്ക്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ആശാൻ ഒന്ന് തീരുമാനിക്കാം. ഒന്നുകിൽ എന്റെ തൊപ്പിയുമായി ഞാൻ ഈ വാതിൽ കടന്നു, ഇല്ലെങ്കിൽ എന്റെ ഈ ഉണ്ട ആശാന്റെ നെഞ്ച് കടന്നു പോകും. ഇതിലേത് വേണമെന്ന് ആശാന് തീരുമാനിക്കാം. എല്ലാവരും ഒന്ന് പേടിച്ചു. എങ്ങും നിശബ്ദത, ഭയപ്പെടുത്തുന്ന നിശബ്ദത. സാറേ, ഇവനോ? ഭർത്താവ് ഈ കുരിശായിരുന്നോ? എന്താടാ? എന്നാണ്ട് സാറേ, കറുത്തു പോയല്ലോ. സാറേ, ഞാനൊന്ന് ഒപ്പിടാൻ വേണ്ടി വന്നതാ. കാലത്തെ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഒപ്പിടാൻ നിന്നെ എന്താടാ പോലീസിലെടുത്തോ? അതല്ല സാറേ, മുൻ SI പ്രദീപ് കുമാർ സാറിന് പുള്ളിനെ ഞാൻ എടുത്തുനിന്ന് ഡാമിലേക്ക് ഇട്ടായിരുന്നു. അയ്യോ, പോയി. അങ്ങനെയാ കേസ് വന്നേക്കുന്നത്. അതിന് ഒപ്പിടണം എന്ന് പറഞ്ഞായിരുന്നു. ഒപ്പിടിപ്പിക്കട്ടെ സാർ. ഒപ്പിടാം. ഓ, ഇതെന്നതാടാ, മലയോ? അല്ല, ഷൂ. ഒരു ഷൂ. നിന്റെ വടംവലി അലമ്പും ഒക്കെ ഇപ്പോഴും ഉണ്ടോടാ? പടംവലി പിന്നെ നമ്മുടെ ജീവവായു അല്ലേ സാറേ. അലമ്പൊന്നും ഇല്ലെന്ന്. ശരിക്കും മറ്റേ സാറിന് ഞാൻ ഒന്നും ചെയ്തതല്ല. പുള്ളി കാല് തെറ്റിയൊക്കെ വെള്ളത്തിൽ പോയതാന്ന്. അങ്ങനെയാണെങ്കിൽ നിനക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ നിന്റെ നട്ടലൂരി ഞാൻ ലാത്തി ഉണ്ടാക്കും. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടാ. എല്ലാ ആഴ്ച ഇവിടെ ഒന്ന് ഒപ്പിട്ടോണം. ജില്ല വിട്ടു പോകാൻ പാടില്ല. എന്നാ പിന്നെ ഒരു 6 മാസമെങ്കിലും ഒപ്പ് ഇപ്പൊ തന്നെ കിട്ടേക്കാം. നല്ല കാര്യല്ലേ സാറേ? അങ്ങനെയൊന്നും പറ്റൂല പാപ്പ. പറ്റൂലേ? ശരി. എന്നത് കുമാരനോ? PC, എന്തോ അവൻ ഇച്ചിരി ബഹുമാനക്കുറവുണ്ട്. അവനെ എത്രയും വേഗം അകത്താക്കി മര്യാദ പഠിപ്പിക്കും. ശരി സാർ.
ഇവിടെ എന്നതിന് ഇങ്ങനെ കിടന്നിരുന്നു ചവിട്ടിക്കാൻ സമയമായ അലറാതിരി ഷായി പാപ്പോ ആ ഇന്ന് ചന്ദനം കിടന്നൊന്നുമില്ലേ? എന്നതിനാടാ ചന്ദനം നിന്റെ അപ്പനെ കത്തിക്കാനാണോടാ പരാമാറി ചുമ്മാ ഇരിക്കാനുള്ള മൂടും പോയി. ആ നീയായിരുന്നു ഞാൻ എൻ്റെ തള്ള എന്നാ വിചാരിച്ചേ. ആ അങ്ങനെയാടി ആ പ്ലാവിന്റെ ചപ്പൊന്ന് കെട്ടിത്തൂക്കാൻ എവിടെ ഇങ്ങനെ വായി നോക്കി ഇരുന്നാ മതിയല്ലോ എണീറ്റ് വന്നേ. പാവം അന്നാ അതിനെ കൊന്നു നിന്നാ മതിയായിരുന്നു. പിങ്കി നിന്റെ പിള്ളേർക്ക് ഇത് എന്നാ ആക്രാന്ത് വഴി അറക്കാൻ കൊടുക്കട്ടെ എല്ലാത്തിനെയും. ഇതുങ്ങളായി വീട്ടിലാകെ വരുമാനമുള്ള ആൾക്കാരും ഇനി അതിനെ കൊല്ലണ്ട. അത് നേരാ. എടി ആ പാല് വിറ്റേന്റെ കുഞ്ഞു മുട്ടിനാട് വിറ്റേന്റെ കാശം ചെടി. ആ അതിന്ന് ഒരു ചില്ലിക്കാശ് ഞാൻ തരികയില്ല. അത് ഞാൻ ഹോണ്ട ആക്ടിവ മേടിക്കാൻ കുടുക്കയിലിട്ട് ഓ വെച്ചേക്കോ. അല്ലെങ്കിൽ എനിക്ക് വേണ്ട. എന്നായിരുന്നു പാപ്പന്റെ പണ്ടത്തെ ഡയലോഗ്? തരാടി. റേച്ചൽ മോളെ, നിന്റെ അപ്പൻ അതായത് എന്റെ ചേട്ടൻ തോമസ് പാപ്പൻ നിന്നെ അമ്മച്ചീനെ ഇട്ടേച്ചു പോയിന്ന് വെച്ചിട്ട് നീ വിഷമിക്കണ്ട കേട്ടോ. നിനക്ക് ഈ ഷാജി പാപ്പിനില്ലേടി? പിന്നെ എന്റെ അമ്മച്ചി പോയപ്പോഴും പറഞ്ഞു ഞാനില്ലേടിന്ന്. എന്നിട്ട് ഇത്ര വലിയ ഡയലോഗ് അടിച്ചിട്ട് എനിക്കൊരു ചുരിദാറെങ്കിലും മേടിച്ചു തന്നായിരുന്നോ? എടി കാശ് വേണ്ടടി. കാശ് ഇപ്പൊ അമ്മച്ചീനെ നോക്കാനും ഈ പിങ്കിക്കുട്ടങ്ങളെ നോക്കാനും നടുവിനെ ചൂട് പിടിക്കാനും ഞാൻ വേണം. ഇങ്ങനെ ആർക്കും ഒരു ഉപകാരം ഇല്ലാതെ നടക്കുന്ന ഒരു പാപ്പൻ. അരിഞ്ഞു കളയും കേട്ടോ ഞാൻ. എടി നീ നോക്കോ നിന്റെയൊക്കെ പുച്ഛത്തിനെ ഞാൻ ഒരു മലങ്കോള് പിടിക്കുന്നുണ്ട്. മലങ്കോള് ഇവറ്റകൾക്കും പുച്ഛ കാണിച്ചു തരാടി. കേട്ടതാ.